നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. ഓർഡിനൻസിന് അംഗീകാരം. സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും മലയാള ഭാഷ നിർബന്ധമാക്കിയ ഓർഡിനൻസിന് ഗവർണറുടെ അംഗീകാരം. CBSE, ICSE സ്കൂളുകൾക്കും ബാധകമായ നിയമം ലംഘിക്കപ്പെട്ടാൽ പ്രധാനാധ്യാപകർക്ക് 5000 രൂപ പിഴ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ മലയാളം സംസാരിക്കുന്നത് വിലക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി. അതേസമയം സ്വാശ്രയ പ്രവേശനത്തിൽ മാനദണ്ഡങ്ങൾ കർശനമാക്കിയുള്ള ഓർഡിനൻസിനും അംഗീകാരം. മെഡിക്കൽ പ്രവേശനം അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന നീറ്റ് പരീക്ഷ വഴി മാത്രം. കോളേജുകളിലെ ഫീസ്, സംവരണം എന്നിവ നിയന്ത്രിക്കാൻ വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി. പുറത്താക്കലിൽ പ്രതിഷേധം. CPM-ൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ പാർട്ടി പത്രത്തിൽ നിന്ന് രാജിവെച്ച് ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത്. കുടുംബം സമരം നടത്തിയത് പാർട്ടിക്കോ സർക്കാരിനോ എതിരെയല്ല, പോരാടിയത് ഭരണകൂടത്തിൽ നിന്നുണ്ടായ നീതി നിഷേധത്തിനെതിരെ. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിൽ അതീവ ദുഃഖിതനെന്നും ശ്രീജിത്ത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം, സർക്കാരിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങിയ ആരോപണങ്ങളിൽ ശ്രീജിത്തിനെ പാർട്ടി പുറത്താക്കിയത് ഇന്നലെ. മെമ്പർഷിപ്പ് പുതുക്കി നൽകേണ്ടതില്ലെന്ന തീരുമാനം. വളയം ലോക്കൽ കമ്മിറ്റി അംഗീകരിച്ച തീരുമാനം ജില്ലാ കമ്മിറ്റിയുടെ പരിഗണനയിൽ. അതേസമയം പോലീസ് ബലപ്രയോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മഹിജയും ശ്രീജിത്തും 2 ദിവസം കൂടി മെഡിക്കൽ കോളേജിൽ തുടരും. ഇരുവരും ആരോഗ്യം വീണ്ടെടുത്ത ശേഷം മാത്രമേ ആശുപത്രി വിടാൻ അനുവദിക്കൂ. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന മഹിജ ആരോഗ്യം വീണ്ടെടുത്തതായും വിശദീകരണം. കുറ്റം സമ്മതിച്ച് കേഡൽ. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പിടിയിലായ കേഡൽ ജിൻസൺ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നതായി പോലീസ്. അമ്മയെയും അച്ഛനെയും സഹോദരിയെയും ഉൾപ്പെടെ 4 പേരെ വെട്ടിനുറുക്കിയത് ആത്മാവ് വേർപെടുന്നത് കാണാം. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യവേ ചെകുത്താൻ സേവയിൽ പഠനം നടത്തിയിരുന്നു എന്നും ജിൻസൺ രാജയുടെ മൊഴി. 10 വർഷത്തിലേറെ കുടുംബാംഗങ്ങൾ അറിയാതെ സാത്താൻ സേവ നടത്തിയിരുന്ന പ്രതിക്ക് മറ്റ് സൗഹൃദങ്ങളില്ലായിരുന്നു എന്ന് വിവരം. കൊല നടത്താൻ ഉപയോഗിച്ച മഴു ജിൻസൺ വാങ്ങിയത് ഓൺലൈൻ വ്യാപാര സൈറ്റായ ഫ്ലിപ്കാർട്ട് വഴി. 4 പേരെയും കൊലപ്പെടുത്തിയത് വ്യത്യസ്ത സമയങ്ങളിലെന്നും പ്രതി. അതിനിടെ കേഡലിനെ വിശദമായി ചോദ്യം ചെയ്യാൻ മനോരോഗ വിദഗ്ധന്റെ സഹായം തേടി പോലീസ്. ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കുന്ന പ്രതി ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളെന്നും അന്വേഷണ സംഘം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം ഒരു കുടുംബത്തിലെ 4 പേരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച. മലപ്പുറം നാളെ ബൂത്തിലേക്ക്. ആവേശം ചോരാതെ നിശബ്ദ പ്രചരണത്തിൽ മലപ്പുറം. അവസാനവട്ട തന്ത്രങ്ങൾക്കൊപ്പം സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്നതിന്റെ നെട്ടോട്ടത്തിൽ സ്ഥാനാർത്ഥികൾ. വോട്ടർമാരെ പാട്ടിലാക്കാൻ മലപ്പുറത്തേക്ക് സംസ്ഥാന നേതാക്കളുടെ കുത്തൊഴുക്ക്. വോട്ടെടുപ്പ് നാളെ. ഉപതിരഞ്ഞെടുപ്പിനായി മലപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത് പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ. വോട്ടെടുപ്പ് കുറ്റമറ്റതാക്കാൻ സംസ്ഥാന പോലീസിനൊപ്പം കേന്ദ്രസേനയും. ജില്ലയിലെ 49 പ്രശ്നബാധിത ബൂത്തുകളിലും 31 അതീവ പ്രശ്നബാധിത ബൂത്തുകളിലും സുരക്ഷ ശക്തമാക്കിയതായി ജില്ലാ കളക്ടർ. മലപ്പുറത്ത് വിജയമുറപ്പെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഭൂരിപക്ഷം 2 ലക്ഷമായി ഉയർത്തുമെന്നും പ്രഖ്യാപനം. സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്തി കുഞ്ഞാപ്പയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ഇടതു സ്ഥാനാർത്ഥി MP ഫൈസൽ. ഉപതെരഞ്ഞെടുപ്പിൽ തികഞ്ഞ പ്രതീക്ഷയെന്ന് BJP. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. പ്രധാന വാർത്തകൾ തുടരും 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.